ഇപ്പൊ തന്നെ അവിടെ കൊടുന്നേക്കാം. മാനു ഇതൊന്ന് നേരത്തെ വന്നാ, അല്ലെങ്കി 5 മണി 6 മണി ആകാതെ ഇങ്ങോട്ട് എത്തലില്ലല്ലോ. അല്ല നിങ്ങളിപ്പൊ തന്നെ തുടങ്ങിയോ പത്തിരിപ്പണിയൊക്കെ? ഇപ്പൊ തന്നെ തുടങ്ങണം പത്തിരിപ്പണി, അല്ലെങ്കിൽ ആ ടൈമൊക്കെ ഒന്നും ആയി കിട്ടൂല. ഞാൻ ഇവിടെ മാവ് കുഴച്ച് വെച്ചിക്കണ്. നിങ്ങളെന്താ സിറ്റ് ഔട്ടിന്റെ വാതിലൊക്കെ തുറന്നിട്ടിക്കണ്? ആരെങ്കിലും കയറി അറിയുള്ളുക്ക്? വാതിൽ അടച്ചിട്ടില്ലല്ലേ, മറന്നിക്കണത്. അല്ല നാജി എവിടെ? റൂമിലവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ വന്നിട്ട് ഇത്രയും നേരമായിട്ട് കണ്ടില്ല. ഓളത്തെ സാധനം വാങ്ങാണ്ടത്തെ പറഞ്ഞങ്ങാണ്ട് പോയതാണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ലേന്? എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്നാ കരുതിക്കണത് എന്നോട് പറഞ്ഞിക്കണെന്നാണ്. എപ്പ പോയതാ? വരാനായിക്കണോ? അപ്പൊ വരികാരം, രാവിലെ പോയിക്കണല്ലോ. ഞാൻ ഇപ്പൊ നേരത്തെ വന്നിക്കണെന്ന് എത്ര വെച്ചാല് മറ്റന്നാള് സ്ഥലത്തിന് കൊടുക്കാൻ വെച്ച പൈസ കാണാനില്ല. ഞാൻ ആ അൽമാരിയില് വെച്ചതാണ്. ഇപ്പൊ അത് കാണുന്നില്ല. എത്തപ്പൊ കാട്ട് എവിടെയാ വെച്ച? എനിക്ക് അവിടെ തന്നെ വെച്ചതായിട്ടാണ് ഒരു ഓർമ്മ ഉള്ളത്. നിങ്ങളെങ്ങാനും കണ്ടീനോ പൈസ എവിടെയാണെന്ന്? പൈസ എവിടെ വെച്ചിനി? ഞാൻ കണ്ടിട്ടില്ലല്ലോ മാനു. ഞാൻ നിങ്ങളെ റൂമിൽ തന്നെ വരലില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഞാൻ കാണുക? ഞാൻ നിങ്ങളെങ്ങാനും കണ്ടിക്കണോ വെറുതെ ചോദിച്ചതാ. ഇവിടെ വെച്ചത് അൽമാരിയിലൊക്കെ ഒന്ന് ശരിക്കും നോക്ക, അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ കൊടുക്കാ പോകണു. അവിടൊക്കെ ഞാൻ കൊറേ നോക്കി, കാണാനില്ല. ഈ നാജെങ്ങാനും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ചിക്കണാവോ. കൂടെ ഒന്ന് പോയി നോക്കട്ടെ. എന്നാ പോയി നോക്കിക്കോ. ഓളിപ്പോ വരികാരം. ഞാൻ ഈ പണി നോക്കട്ടെ, അല്ലെങ്കിലേ ഇപ്പോഴൊന്നും തീരൂല. ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ. കുറച്ചുകൂടി ജ്യൂസും അടിച്ചിട്ടില്ല. ഇപ്പഴേ അടിച്ചാലേ തണുപ്പും കിട്ടുള്ളൂ. ഇക്ക ഒന്നുണ്ടല്ലോ. വന്നോ? ഇക്ക നിങ്ങളെപ്പോഴാ വന്നു? ഞാൻ കുറച്ചേരായി വന്നിട്ട്. എവിടുക്കാ പോയത്? ഞാൻ സാധനം വാങ്ങാണ്ടേനു, ഇപ്പൊ പോയതാ. എന്തു സാധനം? എന്നിട്ട് കയ്യിലൊന്നും കാണാനില്ലല്ലോ. അത് ചെറിയ എന്റെ ഫാൻസി ഐറ്റംസ് അത് ബാഗിലിട്ട് പോന്നു. അതാ കവറൊന്നും ഇല്ലാത്ത. എനിക്കെന്താ ഫോൺ വിളിച്ചാലൊന്നും എടുത്താല്? ഫോണ് ബാഗിലാ, സൈലന്റ് കാര്യം കേട്ടിയില്ല. പോകുമ്പോ ഒന്ന് പറഞ്ഞു പോയൂടെ എനിക്ക്? എത്രങ്ങാനും നേരായി ഞാൻ വിളിച്ചണു. ഞാൻ പോയി മാറ്റട്ടോ. എടീച്ചൊന്ന് അവിടെ നിന്നാ. നമ്മളെ റൂമില് വെച്ച പൈസ കണ്ടീനേജ്? പൈസ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെവിടെ വെച്ചീനി? നമ്മളാ ഷെൽഫില് വെച്ചതാ ഞാന്. ഇപ്പൊ അത് കാണാനില്ല. ഞാൻ എവിടെ നോക്കാൻ ബാക്കിയില്ല. എത്ര നേരായി തെരീന്ന് പറഞ്ഞോ. അതാപ്പ ഞാൻ നേരത്തെ വന്നത്. മറ്റന്നാള് സ്ഥലത്തിന് കൊടുക്കേണ്ട പൈസയാണത്. ഞാൻ കണ്ടില്ല. എന്തൊരു ചൂട്, ഞാനതൊക്കെ കഴിച്ചു കിട്ടോ. അജ് പോയി മാറ്റിക്കോ. ജാബിറിനൊന്ന് വിളിക്കണല്ലോ. പോവാണ്. ഞാൻ വിളിക്കട്ടെ. എടാ, ഇവിടെ ആകെ സീനായിണ്ട്. ഇക്ക പോയ ടൈമിൽ ഞാൻ വിളിക്ക. ഇന്ന് നേരത്തെ വരും ചെയ്ത്. ഞാൻ പോയതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ എവിടക്ക അറിഞ്ഞിട്ടില്ല. അതല്ല, ഇവിടെ പൈസ തരുന്ന നടക്കുന്നു. പൈസ കിട്ടില്ല, അർജന്റാട്ടോ. ഞാൻ നാളെ വരുമ്പോ എന്തായാലും തരണട്ടോ പൈസ. നാളെ ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നാലും വേണ്ടില്ല, പൈസ നാളെ തന്നെ തരണട്ടോ. ഇതിലൊരു ഇതുമില്ലട്ടോ, നാളെ തന്നെ തരണേ. ഭയങ്കര സീനായിണ്ടത്. ആച്ചിയേ വേണ്ട, ഞാൻ പിന്നെ വിളിക്കട്ടോ. എന്താ അമ്മ കൂടി ഒന്ന് വരുമോ പണിയെടുക്കാന്? അല്ലാതെ നോമ്പ് കൊടുക്കുമ്പോഴേക്ക് ആകും തോന്നുന്നില്ല. എല്ലാം കൂടി വെയിക്കണില്ല. അതുകൊണ്ടാ അവളോട് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ റൂമിക്ക് വരുമ്പോ ഒന്ന് കുട്ടിങ്ങാണ്ടോ കാട്ടിയൊക്കെ വരണം എന്നുള്ളത്. ഞങ്ങളെ റൂമിക്ക് ഇതേമാതിരിക്ക് വരണമൊന്നുമില്ലല്ലോ. ഞാൻ വന്നോണ്ട് കജ്ജാണ് ഇജൊന്ന് വാട്ടോ. അല്ലെങ്കിൽ ഞാൻ റൂമിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കണുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം. പണിയെടുക്കാൻ അങ്ങ വിളിച്ചുകൊണ്ടിരിക്കും. ഞാനൊന്നും കരുതി വന്നല്ല മോളെ. പിന്നെ അങ്ങനെയൊക്കെ അമ്മാനോട് പറയുന്നത്. കയ്യാണെങ്കിൽ ഒന്ന് വാ, ഞാൻ വന്നോണ്ട്. ഒരു കഷ്ടാണത്. നീ നാളെ തന്നെ പൈസ കിട്ടിയാൽ മതിയൊന്നു.
നിൽക്കണ്ടല്ലോ. അവരറിഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ എടുത്തതെന്നാണ്. ഇപ്പൊ അടുക്കള ചെല്ലണല്ലോ പണിയെടുക്കാൻ. കുറച്ചു നേരം കണ്ടിട്ട് പോകാം, അത് വരെ തള്ളാണ്ട് എടുത്തോട്ടെ. അവന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. വിളിച്ചോട്ടെ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്താറപ്പ ഞാൻ ചെയ്യാ? ഞാൻ പറഞ്ഞു ആ ഭാഗത്തേക്ക് പോയി നോക്കിയാണ്. ഞാൻ ഇപ്പൊ എന്താ ചെയ്ത് ഫോൺ വെച്ചെടുക്കാം. വെച്ച് ഏതായാലും പോയി നോക്കട്ടെ. അല്ല, കുട്ടി എവിടുക്കാണാവി പോകണ്? ഞാജിയെ, അമ്മ ചുടുക്ക, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാണ്ട്, ഞാൻ പോയി വരാം. വേഗം വരണ്ടിട്ടാ. വേഗം വരുന്നുണ്ട്. ഇതിനിപ്പോ നേരം വെളുത്ത എന്നും തന്നെ ഒരു പണി, ഇങ്ങനെ പോക്ക്. ഇവിടെ അവിടെ കാണുന്നില്ലല്ലോ. ആരൊക്കെ ചെയ്യേ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചോക്കട്ടെ. ഫോൺ എടുക്കുന്നില്ല. ഒന്നും കൂടി വിളിച്ചത്. ഹലോ, ഞാൻ എന്താ ഫോൺ എടുക്കാത്തന്നെ? എത്ര നേരായി വിളിക്കണ്? എന്താ നാജിയ, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ അന്ന് അത് തരണം പറഞ്ഞതല്ലേ. എന്തൊക്കെയാ ഈ പറയണത്? ഇപ്പൊ തന്നെ എങ്ങനെ തരാൻ? എന്റെ അടുത്ത് ക്യാഷ് ഒന്നുമില്ല ഇപ്പൊ തരാൻ. എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ അപ്പൊ അവിടെ പാർക്കിന്റെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഒന്ന് വേഗം വാ. എനിക്കിപ്പോ വരാൻ കഴിയൂല. കിട്ടൽ അർജന്റ് ആണ്, അതുകൊണ്ടാ. അല്ലാതെ വീട്ടിൽ പോവാൻ നടക്കൂല. ഈ എന്താ മോളെ കരുതിയത്? എന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഞാൻ എന്നെ സ്നേഹിച്ചതെന്നോ? എനിക്ക് കുറച്ച് ക്യാഷിന് അത്യാവശ്യം ഉണ്ടേനു, അതുകൊണ്ടാ. എന്ത്? അല്ലാതെ എനിക്ക് സ്നേഹിക്കാനാണെങ്കിൽ എന്നെക്കാൾ എത്ര നല്ല പെൺകുട്ടികളെ കിട്ടും. ഇനി ആ ക്യാഷും ഇതൊന്നും എനിക്ക് തിരിച്ചു തരാനൊന്നും കഴിയൂല. നീ പോയി എന്റെ പണി നോക്ക്. എന്നെ ചതിക്കുന്നില്ലേ? ഒന്നും പറയണ്ട. ഞാൻ എന്നെ വിശ്വസിച്ചിട്ടല്ലേ എന്നെ അത് തന്നത്. ഒന്ന് വേഗം അത് എത്തിക്കാൻ നോക്ക്. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എനിക്ക് തരാൻ സൗകര്യമില്ല. നീ എന്താ വെച്ചാ ചെയ്യ്. ഞാൻ വെക്കാം, ഞാൻ കുറച്ച് ബിസിയാ. നിനക്ക് വെക്കല്ലേ? ഹലോ ഹലോ, കട്ടാക്കി. The subscriber is currently switched off. Please try after some time. എന്താ ഞാൻ ചെയ്യ? ഞാൻ വീട്ടിലെത്തുന്നാണ്. ഇതെന്നെ ചതിക്കാനെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്താണ് ഞാൻ ചെയ്യുന്നത്? മാനോ, ഇതൊന്നും നേരത്തെ വന്നാ? ഓളിപ്പോ ഉടുക്കാ പോയതാണ്. ഏതോ ചങ്ങാഴ്ചകളാരോ കാണാൻ പോയതാണെന്നാ പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോ. ചങ്ങാഴ്ചകളോ? ഓളിങ്ങോട്ട് വെട്ടോളെ പോക്കിയാ നിർത്തി കൊടുക്കാം. എന്തേ? എന്റെ ചങ്ങായി ഷെഫീക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിയണത്. ഓൾ ഓരോ ദിവസം ഇവിടുന്ന് പോകണതേ ഓള് ലോക്യക്കാരനെ കാണാനാ, അല്ലാതെ വേറെ ഒത്തിനും അല്ല. ഓന്നല്ല നേരിട്ട് കണ്ട് ഓന്റെ ഒപ്പം വണ്ടിമ്മ പോണ്. ഓന്താണ് പറഞ്ഞപ്പോ ഞാനാണ്ട് അന്തം വിട്ടത് കേട്ടും കണ്ട്. ആരെങ്കിലും പറയണൊന്നും കേട്ട് വിശ്വസിച്ചാൻ നിക്കണ്ട. നമ്മളെ കണ്ണോണ്ട് കണ്ടത് വിശ്വസിച്ചാൻ പാടുള്ളൂ. അത് അങ്ങനത്തെ കുട്ടിയൊന്നും അല്ല. ഞാനും ആദ്യം അങ്ങനെ തന്നെയാ കരുതിയത്. എന്നിട്ട് ഷെഫീഖിനോട് പറഞ്ഞു ഓൾ അങ്ങനെ ഒന്നും ചെയ്യൂല, എനിക്ക് ആള് മാറിയതേക്കാരെന്നൊക്കെ. അതില് ഓന് ഫോണിന്ന് വീഡിയോ എടുത്താണ് കാണിച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ആകെ അന്തം വിട്ടത്. കയ്യും കാലൊക്കെ കൊയ്യണോ അത് കേട്ടിട്ട്. പറയുന്നുണ്ടപ്പോ ഈ പെണ്ണിങ്ങനെ അതില് പോകാണെന്നുള്ളത്. ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് എന്നും ഇങ്ങനെ തന്നെയാണ്. ഇത് പോയി കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കിനും വെറും പോകും. എന്നിട്ട് ആരെങ്കിലും കാണാണ്ട് സാധനം വാങ്ങാണ്ടൊക്കെ പറഞ്ഞാൽ പിന്നെ കൂടുതലൊക്കെ ചോദിച്ചാനും നിക്കലില്ലേ. ഞാൻ എന്തെങ്കിലും ചോദിച്ചും പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം വേണ്ടല്ലോ. നല്ല സന്തോഷത്തിൽ നിങ്ങൾ ജീവിച്ചത് ഞാൻ കരുതുന്നു. എന്നെ കൊണ്ടായിട്ടൊരു പ്രശ്നം വേണ്ടല്ലോ വെച്ചാൽ ഞാൻ അതും പറയും കാട്ടൊന്നുമില്ല.
ഒത്തിനും മുണ്ടാൻ തന്നെ പോകലില്ല. പക്ഷെ ഇതിങ്ങനെ കാട്ടെന്ന് വിളിച്ചു അറിയില്ലല്ലോ. എന്തൊക്കെയാ റബ്ബേ ഞാനീ കേക്കുന്നത്? ഞാൻ എത്രങ്ങാനും നേരെ അയാൾക്ക് വിളിച്ചെന്നറിയോ? ഓളെ ഫോണ് ബിസിയാ. ഓനായിട്ട് സൊല്ലേക്കാര് ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താ കുട്ടിക്ക് പറ്റിയത് ഇങ്ങനെയൊക്കെ കാട്ടാൻ? എന്ത് കുറവാ അവിടെ ഉള്ളത്? അതിന് മാണ്ടമായിരിക്കും ഇവിടെ ജീവിക്കാൻ പറ്റണില്ല. അതാണ് കുട്ടിക്ക് ഓരോരോ ബുദ്ധിമോശം തോന്നിയതിപ്പോ. ചെറുപ്പേ, കുട്ടിന്റെ ജീവിതാണല്ലേ പോണ്. കച്ചും കാലൊക്കെ കൊച്ചണമായിരിക്കണേ. അത് ഈ നോമ്പ് നോറ്റും കണ്ട് എന്താ ഞാൻ ചെയ്യ? അറിയില്ല റബ്ബേ, ചോദിക്കേ. എങ്ങനെയാ എന്റെ അടുത്ത് പൈസ വാങ്ങാം? കുറച്ചൊന്നല്ല, മാലയുണ്ട്, പൈസ എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. എന്താ റബ്ബേ ചെയ്യപ്പോ? ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയേക്കും ചെയ്ത്. മിക്ക വരുമ്പോക്ക് വീട്ടിലെത്തുന്നു. ആകെ പേടിയാവുന്നുണ്ട്. ചെയ്യറിയില്ല. ആണ്ടില്ലേനൊന്നും അതിന് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്തു. വീട്ടിൽ പോവാൻ നോക്കട്ടല്ല, എന്താ ചെയ്യത്തു അറിയില്ല. പോവാൻ നോക്കട്ടെ വീട്ടിക്ക്, എന്താ ചെയ്യ? എന്നൊക്കെ വന്നാണല്ലോ. നാടെ നിന്നാ ഇവിടെ തണ്ടി തിരിഞ്ഞ് വരികയാണ് ഇപ്പോ. അല്ലാണ്ട് ഒരു ഫ്രണ്ടിനെ കാണാൻ പോയത്. എന്റെ ഫോണിക്ക് എത്ര നേരമായി വിളിക്കണ്? ആരായിട്ടാ നിങ്ങൾ സംസാരിക്കണ? ഭയങ്കര ബിസിയാണല്ലോ ഇപ്പൊ. എനിക്ക് വേറൊരു ഫോണ് വന്നപ്പോ മനഃപൂർവ്വം എടുക്കാന്നേക്കാരല്ലേ? സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങള് വിളിച്ചത്. ആടി ഇജ്ജ് കാണൂല. എനിക്കിപ്പോ മറ്റോന്റെ ഒപ്പം നടക്കലല്ലേ പണി. അന്റെ എല്ലാ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചിക്കണടി. എന്റെ ചെങ്ങായി ഷെഫീക്ക് എന്നോട് എല്ലാം പറഞ്ഞുതരും ചെയ്ത്, അന്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരും ചെയ്ത്, മറ്റോനേറ്റവും ഒപ്പം കറങ്ങണതും കാട്ടണതൊക്കെ. അന്നെ അങ്ങനെ കരുതിയിട്ടില്ലടി. എനിക്ക് എന്തെങ്കിലും കുറവ് ഇവിടെ വരുത്തിക്കണോ? അന്നെ അത്രയും സ്നേഹിച്ചീനല്ലേ ജിന്നോട് ഇങ്ങനെ കാട്ടിക്കണത്? ഇങ്ങനെ തന്നെ കാട്ടനടി. എനിക്ക് തെറ്റ് പറ്റിപ്പോയത്. നീ എന്റെ കണ്ണീരുണ്ടാലോന്ന് ഞാൻ വെക്കുന്ന് വിചാരിച്ചണ്ട. ജോനപ്പം തന്നെ പോയിക്കോ. ഞങ്ങളെ ഷെൽഫിലുണ്ടായിന് സ്ഥലത്തിന് കൊടുക്കാൻ വെച്ചിന് പൈസ. അത് ചോദിച്ചെന്നോട് ഒരാഴ്ച കൊണ്ട് തരാ പറഞ്ഞു ഞാൻ കൊടുത്തത്. ഇന്ന് തരാന്നൊക്കെ ഇന്നലെ വിളിച്ചത് പറഞ്ഞു. ഞാൻ പയ്യനപ്പ പോയത്. അടുത്തിട്ടൊന്നും ഫോൺ എടുക്കണില്ല. അവിടുന്ന് വിളിക്കുമ്പോഴേ ഇല്ല. ഞാൻ പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് കൊറേ ഞാൻ വിളിച്ചു നോക്കി. അങ്ങനെ കിട്ടിയപ്പോ എന്നോട് പറയണ ആ പൈസ തരില്ല. എന്തൊക്കെയാ റബ്ബേ ഞാൻ ഈ കേക്കണത്? എന്നോട് ഞാൻ എത്ര വട്ടം ചോദിച്ചതാ പൈസ ഇടുന്ന്. അപ്പൊ എനിക്ക് തൊള്ളല്ലേ? അറിയാതെ തെറ്റ് പറ്റി പോയതാ. ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സോറി. എനിക്ക് ഞാൻ എന്ത് കുറവാടി ഇവിടെ വരുത്തിയത്? നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതായി പോയി. ഇങ്ങോട്ട് ആവർത്തിക്കൂല. പൊറുക്കണം. എനിക്ക് ഞാൻ എന്റെ കൂടെ ജീവിച്ചാൻ തന്നെ താല്പര്യമില്ല. അങ്ങനൊന്നും പറയില്ലേ. മര്യാദക്ക് എന്റെ പൈസ അങ്ങോട്ട് വാങ്ങി തന്നോ. ഞാൻ നയിച്ചുണ്ടാക്കി എന്റെ പൈസ. വേറെ എന്തൊക്കെ കൊണ്ടേ വരുത്തി കൊടുത്തുക്കണോന് ഈ പൈസന്റെ പുറമെ? പൈസ അല്ല, എന്റെ 3 പവന്റെ മാലല്ലേ, അതും കൊടുത്ത് ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരാ പറഞ്ഞു ഞാൻ വാങ്ങിയത്. അത് എന്റെ പൊറുതിയോടെ എന്റെ വീട്ടിക്കാൻ വിളിച്ചത്. വീട്ടിക്കൊന്നും വിളിക്കണ്ട. നീ അങ്ങനൊന്നും ചെയ്യില്ല.
മതി എന്റെ കള്ള കണ്ണീര് നിർത്തിക്കോ. മാണ്ട എന്നെ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കി തരാം. മതി ഇവിടുത്തെ പോർത്തിനി തൊള്ള പൂട്ടിക്കോ, എനിക്കൊന്നും കേക്കണ്ട. മാനോ പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കല്ലേ. അതല്ലേ അതിന് തെറ്റ് തിരിച്ചറിഞ്ഞില്ലേ? നിങ്ങൾക്ക് അറിയില്ലമ്മ, സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കിയേക്കണ്. അതാണ് ഓള് കൊണ്ടുപോയിങ്ങാണ്ട് നശിപ്പിച്ചത്. നിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. എന്തൊക്കെയാ ഇവിടെ നടക്കണു? അല്ല നാജിയെ, എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിക്കണത്? എനിക്ക് എന്തെങ്കിലും ഒരു കുറവില്ല കുട്ടി വെച്ചിക്കണ ഇത്രയും കാലമായിട്ട്? നിങ്ങളൊന്ന് പറയുമ്പോനോട് എത്ര സ്നേഹത്തില എനിക്ക് കൊണ്ടുനടക്കണത്. എന്തിനാ ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എനിക്ക് തെറ്റി പറ്റി പോയതമ്മ. ഞാൻ ആവർത്തിക്കൂല. നിങ്ങള് പറഞ്ഞ കേക്കും. ഒന്ന് പറയുമ്പോ എനിക്കറിയില്ല നമ്മൾ വാടക വീട്ടിലാ നിൽക്കണത് എന്നുള്ളത്. ഇത്രേ കാലായിട്ട് മാനുവിന്റെ ഒരാഗ്രഹം സ്വന്തം വീടുണ്ടാക്കണം എന്നുള്ളത്. അതിനു വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അല്ലത്. അത് കണ്ണു കണ്ടവർക്ക് കൊണ്ട് കൊടുത്തിക്ക. അവിടെ പനക്കത്തെ കിട്ടിയത്. എന്താ മോളെ എങ്ങനെയൊക്കെ കാട്ടിക്കുന്നത്? 2 ദിവസം കൊണ്ട് ആ സ്ഥലത്തിന്റെ മുഴുവൻ പൈസയും കൊടുക്കണം പറഞ്ഞില്ലേ? അതിനും വേണ്ടി എടുത്തച്ചല്ലേ അത് കാട്ട്. തെറ്റുപറ്റിപ്പോയി. ഞാനൊന്നും ചെയ്യൂല. അറിയില്ല എന്താ ചെയ്യണ്ടേ. എന്നോട് ജത്ത് പറഞ്ഞിട്ടു കാര്യമില്ല. അത്ര മനസ്സ് വിഷമിച്ചാണ് പോയിക്കുന്നത്. ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റൂലല്ലോ. ഓനോടെല്ലാം പറയും, ഉമ്മാനും പറയില്ല. ഉമ്മാണെങ്കിൽ ഒപ്പം നിൽക്കാം. എനിക്കറിയില്ല മോളെ. അത്രയും മനസ്സ് വിഷമിച്ചിന്റെ കുട്ടിയാണ് പോയിക്കുന്നത്. അത്ര ഗതിയായിട്ട് ഉണ്ടാക്കിയ പൈസ ആണത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അതും കണ്ടും കേട്ടും നിൽക്കാൻ വയ്ക്കുന്നത്. എന്താണ് എനിക്ക് ഇങ്ങനൊക്കെ ഓരോ ബുദ്ധി തോന്നിയത്? ഏതാണെന്നല്ലാതെ ഞാൻ ഇങ്ങനത്തെ ഓരോ ബുദ്ധി പോയി ചാടിങ്ങാണ്ട് വലിയൊരു കുഴിക്കാനും പോണതിന് അറിഞ്ഞിട്ടില്ലേ? എന്താ ഞാൻ ചെയ്യുക? ഇത്രയും കാലം 5 പൈസ ഞാൻ ഒന്നും ആലോചിച്ചില്ലല്ലോ.